ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു 30 മിനിറ്റിനുള്ളിൽ ഒരു 4 കൂട്ടം കറികൾ കൂട്ടി ഒരു ലഞ്ച് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തേങ്ങ അരച്ച ഒരു ഒഴിച്ചുകറിയാണ്. അതിനുവേണ്ടി ഞാൻ 2 ചീമച്ചേമ്പിൻ്റെ വിത്ത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, ചെറിയ കഷ്ണം 2 കുടംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കുടംപുളി ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി. അത് വേകാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കുക. ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കാന്താരിയും 2 വെളുത്തുള്ളിയും ചേർത്ത് വെള്ളം ചേർത്ത് മയത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നേ ഉള്ളൂ, ഉടച്ചെടുക്കാൻ പാകത്തിലായിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടെ മൂടി വെക്കാം. ഇപ്പം നമ്മുടെ ചേമ്പ് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പാകത്തിലേക്ക് അത് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഈ ഉടച്ചെടുത്തതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊടിനെയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേകുന്നിടം വരെ ചെറുതീയിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ചിട്ട് കടുക് താളിച്ചൊഴിക്കാം. ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ചേർത്തത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ചെറിയ ചേമ്പും വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്, കാച്ചിലും വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനിയും മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു ചെറിയ കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ട്, അത് വെച്ചൊരു തോരനാണ്. ഞാനിവിടെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചിയും കറിവേപ്പിലയും ലേശം ഉലുവാപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചതച്ചെടുത്താലും മതി, തേങ്ങയും ചേർത്ത്. ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്ത അരപ്പെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീനും അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 പീസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഇത് നമുക്ക് വേകാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കാം. ചെറുതീയിൽ ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് ഇനി മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കൂർക്ക വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഞാൻ ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന മത്തിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വാങ്ങിയെടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ചെറിയ മത്തി തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വാങ്ങിയിട്ട് അതേ അടുപ്പിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക വേകാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതൊന്ന് ചെറുതീയിലിരുന്ന് അതും വേകട്ടെ. ചെറുതീയിലിരുന്ന് വെന്ത് കഴിയുന്നുണ്ടെ അതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി മറ്റൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ താളിച്ചതിന് ശേഷം ഇത് കുടഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വാങ്ങി വെക്കാം.
ഇനി ഈ അടുപ്പിൽ ഒരു തോരൻ തയ്യാറാക്കുന്നുണ്ട്. ചുണ്ട് കിട്ടിയിട്ടുണ്ട്, നല്ല വാഴക്കൂമ്പ് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തോരൻ വെക്കാൻ വേണ്ടി ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക, കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അരമുറി തേങ്ങായും കാന്താരിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വാഴക്കൂമ്പിൻ്റെയൊക്കെ തോരൻ വെക്കുന്നത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് എണ്ണയിൽ നിന്ന് മൂത്ത് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് എണ്ണയൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തത്തിപ്പൊത്തി അതൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഒരു 1/2 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വാഴച്ചുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു 3 തവി ചോറ് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ഒഴിച്ചുകറിയായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീമച്ചേമ്പിൻ്റെ കറിയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ മത്തിത്തോരൻ, കൂർക്ക മെഴുക്കുവരട്ടി, ഒരു ഇറച്ചി കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണത്. ഇതിലേക്ക് പിന്നെ ചുണ്ട് തോരനൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഈ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.